ഹലോ ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റാണ്, ഒരു പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പോകട്ടെ നമ്മളിന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇമോജി സ്റ്റിക്കേഴ്സ് എന്ന് പറയാം, പിന്നെ കുറച്ച് വെറൈറ്റി സ്റ്റിക്കേഴ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് തന്നെ വേണ്ടത്, മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സെലോ ടേപ്പാണ് നമുക്ക് വേണ്ടത്. സെലോ ടേപ്പ് ഇല്ലാണ്ട് എന്തായാലും പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കളർ ചെയ്യാൻ കുറച്ച് കളർ പെൻസിലോ മാർക്കറോ എന്തെങ്കിലും വേണം. പിന്നെ ഔട്ട്ലൈനിൽ ഒരു ബ്ലാക്ക് പെന്നോ ബ്ലാക്ക് സ്കെച്ച് എന്നുള്ള വേണം. കളർ ആണെങ്കിൽ സ്കെച്ച് ഉണ്ടെങ്കിൽ കളർ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു A4 ഷീറ്റ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ A4 ഷീറ്റ് എടുക്കാം. A4 ഷീറ്റ് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കാം, അതായത് എന്തെങ്കിലും പിക്ചേഴ്സ് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ രണ്ട് വെച്ച് തന്നെ വരയ്ക്കുന്നത്. ഓക്കെ, തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ രണ്ട് സിമ്പിൾ പിക്ചേഴ്സ് വരയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് മൊത്തം കളറിലോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൂ പെന്നോ അല്ലെങ്കിൽ മാർക്കറോ സ്കെച്ച് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യണം കേട്ടോ. രണ്ട് കുഞ്ഞു പിക്ചേഴ്സ് വരച്ച് നമുക്ക് ഇത് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സ് ഞാൻ വരച്ചിട്ടോ, ഒരു സ്മൈലും ഒരു ഫ്ലവറും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെതായ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെതായ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനേക്കാൾ മുമ്പ് സെലോ ടേപ്പ് ആവശ്യമുണ്ട് നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ പേപ്പർ അടക്കം ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെതായ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലും കട്ട് അടിക്കാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കണം കേട്ടോ. സോ ഇങ്ങനെയല്ല, ഈ ഫേസ് നമുക്ക് സെലോ ടേപ്പ് ഇങ്ങനെ വരണം ഫേസ്. ഓക്കെ, ഫേസ് സെലോ ടേപ്പിൻ്റെ ഉള്ളിലേക്ക് വരണം. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യരുത്. കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യണം. കാണിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ടും കട്ട് ചെയ്തെടുക്കാം. അതായത് കറക്റ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്യരുത്, കുറച്ച് സ്പേസ് നമ്മൾ അകലം വരച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. സെലോ ടേപ്പ് കുറച്ച് കാണുന്നുണ്ട്, അങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നമുക്ക് ഒട്ടിച്ച് വെക്കാം. പിന്നെ ഫസ്റ്റ് ഞാൻ എൻ്റെ ബുക്കിൽ ഒട്ടിക്കാൻ പോവാണ്. ഉണ്ട് ഇവിടെ ഇല്ലേ, സെക്കൻഡ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെയല്ലേ സ്റ്റിക്കേഴ്സ് അടിപൊളിയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇങ്ങനെ കുറേയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ സിമ്പിളാണ് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കുക. നമുക്ക് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ക്രിസ്മസ് സ്റ്റിക്കേഴ്സ്, പിന്നെ ക്യൂട്ട്
സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇത് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാൻ അറിയിക്കില്ലെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്തും വരയ്ക്കാൻ കുഴപ്പമില്ല. പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വരച്ചെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.